ചില വാർത്താ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചില യൂട്യൂബ് ചാനലുകളും നാം പരിശോധിക്കുകയാണെങ്കിൽ കുംഭമേളയ്ക്കും അതോടൊപ്പം തന്നെ നന്ദഗോവിന്ദം ഭജൻസിനുമെതിരെ തുടർച്ചയായി തന്നെ വാർത്തകൾ വരികയാണ്. ഇത് ഉത്തരേന്ത്യയിൽ നാം കണ്ട ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കേരളത്തിലേക്ക് ഒളിച്ചു കടത്താനുള്ള ചില വഴികളാണ് ഈ കുംഭമേള എന്നും നന്ദഗോവിന്ദം ഭജൻസും എന്ന് പറഞ്ഞ് വിമർശിക്കുകയാണ്. എന്തിനാണ് അത്? പല ഈ കലാപങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനിടയിൽ. ഇതൊരു ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രചരണമാണോ? തീർച്ചയായിട്ടും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. 10 വർഷമായിട്ട് ഇടതുപക്ഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ ഭരിച്ച് സ്വർഗതുല്യമാക്കി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ സർക്കാരിന് പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനകത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നും ഇവർക്ക് നന്നായിട്ട് അറിയാം. കാര്യം അത്രത്തോളം അഴിമതിയും പ്രശ്നങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. അധികാരത്തിന് തണലിലാണ് ഇതുവരെ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർ നോക്കിയപ്പോൾ അവർക്ക് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നത് ഇപ്പം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. അവരോട് ചില 2020 പോലുള്ള സംഘടനകൾ NDAയുടെ ഫോൾഡിലേക്ക് വരുന്നു. മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും അത്തരം ആഗ്രഹങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം NDA എന്ന് പറയുന്ന മുന്നണി കേരളത്തിൽ വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക ഇവർക്ക് വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ചും CPM-ന്, കോൺഗ്രസ് അംഗങ്ങളേറെ CPM-നാണ് ആശങ്ക വളരെ കൂടുതൽ. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അവരുടെ വലിയ ലക്ഷ്യമാണ്. കാരണം BJP വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലോസ് സംഭവിക്കുന്നത് CPM-നാണ്. കാരണം ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകളുള്ളത് CPM-ൻ്റെ പക്കലാണ്, കോൺഗ്രസിൻ്റെ പക്കലല്ല. അപ്പോൾ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ CPM-ന് ചേർന്നിരിക്കുന്ന വോട്ടിൽ വലിയ കുറവ് വരും. ആ വോട്ട് നേരെ BJP-യിലെ NDAയുടെ പാർട്ടികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ കേരളത്തിന് മുന്നിലുണ്ട്. ആ തിരിച്ചറിവ് CPM-ന് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് അവർ അവരുടെ ചില അവർ തന്നെ പോറ്റി വളർത്തുന്ന ചില ചാനലുകളെയും അതുപോലെ തന്നെ ചില യൂട്യൂബ് ചാനലുകളെയൊക്കെ ഉപയോഗിച്ച് ഇത്തരം ഈ സമൂഹ മാധ്യമങ്ങളിലായാലും സ്വന്തം ജീവിതത്തിലായാലും ഈ ഇടതുപക്ഷ ഈ സംഘപരിവാർ ആക്ഷേപിക്കുന്നത് പോലെ തന്നെ ജിഹാദി ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ ഇടക്കാലത്ത് തന്നെ ഒരു ചർച്ചയിലിരുന്ന് പറയുകയാണ്, ഞങ്ങൾ ഹിന്ദുക്കൾ സംഘടിച്ചാൽ ഇവിടെ വിമർശനം ഉയരുന്നു, ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചാൽ അത് മതേതരത്വം, ഹിന്ദുക്കൾ സംഘടിച്ചാൽ അത് വർഗീയത. ആ വർഗീയത എന്ന വിളിപ്പേരിൽ ഒരു പട്ടം ചാർത്തി കൊടുത്ത് ഹിന്ദുക്കളെ അപമാനിച്ച് ആ ഒരു സംഘടിത നീക്കത്തെ തകർക്കുകയാണ് ലക്ഷ്യം. ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ശാപമാണ്. അയാളൊരു നല്ല ഒന്നാം കിട ഫ്രോഡാണ്. മറ്റാർക്കോ വേണ്ടി തുള്ളുന്ന ഒരു പാവേറ്റ് മന്ത്രികളെ കണ്ടാൽ അയാൾക്കൊന്നും ഒരു പ്രസക്തിയും അതാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചത്. അങ്ങനെ വിമർശനം ഉള്ളപ്പോഴും വായിന്ന് അറിയാതെ ഒരു വാക്ക് വീണു. അല്ല, അത് ചില സമയത്ത് അറിയാതെ സത്യങ്ങൾ പുറത്തു വരുമല്ലോ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഈ രാഹുൽ ഈശ്വരനൊന്നും അല്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ക്യാമ്പയിനിങ് ഹിന്ദു സംസ്കാരത്തിനും പൈതൃകത്തിനും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആഘോഷത്തിനും ഉണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. തൃശ്ശൂർ പൂരം കലക്കി ഈ കേരള സ്റ്റോറിയുമായി തന്നെ ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അതെ, ഇവർ വിമർശിക്കുന്നത് കേരള സ്റ്റോറി ആണെങ്കിലും അപമാനിക്കുന്നത് ഹിന്ദുക്കളെയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം ഹിന്ദുക്കളെ അപമാനിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം കലക്കിയത്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇവർ ബോധപൂർവ്വമല്ല പൂരം കലക്കാൻ ശ്രമിച്ചത്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഈ പറഞ്ഞതുപോലെ ജയിച്ചു വരും എന്നുള്ള ഒരു ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ എഴുത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഈ പൂരം കലക്കുക എന്ന് പറയുന്നത്. അതിന്റെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. കാരണം ഇവരാണ് കലക്കിയത്, അതുകൊണ്ട് കേസ് ഒരിക്കലും തീരില്ല. ഇവർ ബോധപൂർവ്വം ചെയ്തതാണ്. ഈ പരിപാടി തന്നെയാണ് അവർ ഓരോ മേഖലയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴേക്കും ഇവരെ ഏറ്റവും കൂടുതൽ ഹാലിളക്കുന്നതെന്ന് പറയുന്നത് തിരുനാവായിൽ നടന്ന മാഘമഹോത്സവമാണ്. അവിടെ ഇവരാരും യാതൊരു പരസ്യം കൊടുക്കാതെ, അത് പ്രധാനമന്ത്രി വരെ മൻ കി ബാത്തിൽ പറഞ്ഞതാണ്. കാരണം ഈ മൗത്ത് ടു മൗത്ത് വഴി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആളുകൾ പരസ്പരം പറഞ്ഞ് പ്രചാരം കിട്ടി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം മൻ കി ബാത്തിൽ അതിനെ വിശേഷിപ്പിച്ചത്. ഇതാണ് ഹിന്ദുവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആരും ഒരു മീഡിയയുടെ സഹായമില്ലെങ്കിൽ പോലും ആ ഒരു സനാതന ധർമ്മത്തിൻ്റെ ഒരു ശക്തി ഹിന്ദുക്കളെ യുണൈറ്റ് ചെയ്യിപ്പി. അന്ന് അവിടെ ജാതി വ്യത്യാസമില്ലാണ് മാഘമഹോത്സവത്തിന് ആളുകൾ ഒത്തുകൂടിയത്. ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗം ആളുകളോടെ വന്നു, എല്ലാ വിഭാഗങ്ങളുടെയും പൂജകളും യജ്ഞങ്ങളും കൂടെ നടന്നു.
അത് ട്രൈബൽസിൻ്റെ നടന്നു, മറ്റ് വിഭാഗങ്ങളുടെ നടന്നു, ബ്രാഹ്മണരുടെ പൂജ നടന്നു, എല്ലാ തരത്തിലുള്ള പൂജകളും നടത്തി. അവിടെ യാതൊരു ഭേദം ഉണ്ടായില്ല. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടായോ? കേരളത്തിൻ്റെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പുകൾ എന്തെങ്കിലും സഹായം അവിടെ ചെയ്തു? ഒരു സഹായം ചെയ്തില്ല. അവിടെ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചത് RSSും അതുപോലെ തന്നെ സേവാഭാരതിയുമാണ്. ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ട് പ്രചരണം, ഭാരതപ്പുഴയെ ഒരു തൂറി നാറ്റിക്കുമെന്ന് പറഞ്ഞു. അവിടെ വൃത്തികേടാക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചു? ഇല്ല. മറിച്ച് അവിടെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ 10 രൂപ വരുമാനം ഉണ്ടാകാൻ കഴിഞ്ഞില്ലേ ഇത്ര ആളുകൾ അവിടെ പോയിട്ട് വന്നപ്പോഴേക്കും? അപ്പോൾ അവിടെ ഈ പറഞ്ഞ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായി. ഇവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയമായി അത് മാറി. അത് ആലോചനപ്പെടുത്തുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു പുരോഗമനവാദം എന്ന് പറയുന്ന തരത്തിൽ ഈ എന്താണ് നേരത്തെ ശ്രീത്ത് ഒരു ഒളിച്ചുകടത്തൽ ഉപയോഗിച്ചല്ലോ. ആ ഒളിച്ചടത്ത് ശരിക്കും CPM-കാരാണ്. കാരണം മതേതരെന്ന് പറഞ്ഞുകൊണ്ട് അവർ പലപ്പോഴും ഈ പറഞ്ഞ അവരുടെ പക്ഷത്ത് നിൽക്കുന്ന സാഹിത്യകാരന്മാരെയും ചില മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇവരാണ് ഈ പറഞ്ഞത് ചെയ്യുന്നത്, ഒളിച്ചുകടത്തൽ നടത്തുന്നത്. ഒരിക്കലും ഹിന്ദുക്കൾക്ക് ഒളിച്ചുകടത്തേണ്ട കാര്യമൊന്നുമില്ല. അവർ ഇതിൻ്റെ സ്വയമേ അല്ലെ തുറന്നു തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുക. എങ്ങും മറച്ചു വയ്ക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഭാരതം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ്. അത് ഈ ഒളിച്ചു കടത്തുന്നത് എന്ന് പറയുമ്പോൾ അതാണ് ഈ CPM-ന്റെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഈ കയ്യിൽ ചരട് കെട്ടുന്നത്, കുറി തൊടുന്നതെല്ലാം ഒരു പഴയ രീതിയായി CPM ചിത്രീകരിച്ച് മറ്റു മതങ്ങളെ രക്ഷിക്കുന്ന ഒരു പരിപാടികളുണ്ടല്ലോ. കഴിഞ്ഞ കേരള രൂപീകരണത്തിന് ശേഷം കഴിഞ്ഞ 10-65 വർഷമായിട്ട് CPM-ഉം CPI ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കമ്മ്യൂണിസവും സോഷ്യലിസവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനവരുപയോഗിച്ചെന്താ, ഇവിടെയുള്ള ഹിന്ദുക്കളെ അവനെന്ത് ചെയ്യുക, മതേതരനാക്കുക, അല്ലെങ്കിൽ മതനിരാസം അവനിലുണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മതത്തിൻ്റെ സിമ്പിൾസ്, നേരത്തെ സൂചിപ്പിച്ച മതത്തിൻ്റെ സിമ്പിൾസിൽ നിന്നും അവനെ അകറ്റുക, ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുക. ഈ പറഞ്ഞ സോഷ്യലിസം നാം കാണുന്നത് കണ്ണൂരിലാണ്, ആലപ്പുഴയിലാണ്, തിരുവനന്തപുരത്താണ്. നാം ഇത് മലപ്പുറത്തും മറ്റു പ്രദേശങ്ങളിലും കാണുന്നില്ലല്ലോ. കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിൽ ഇത് കാണുന്നു ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് ആണ്. ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതിന്റെ ഒരാളെ പ്രതിപ്പെടുത്തിയാൽ മതി, സമസ്തര നേതാവിനെയോ അല്ലെങ്കിൽ ചില പള്ളിയിലച്ചന്മാരെ പ്രതിപ്പെടുത്തി ആ വോട്ട്. പക്ഷേ ഹിന്ദുവിന് അങ്ങനെ ഇല്ല. നമുക്കൊരു സ്വാമിമാരുണ്ട്, പക്ഷേ അങ്ങനെ സ്വാമിമാർ പറഞ്ഞാൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്യും? ഒരിക്കലും ഇല്ല. അവനവന്റെ ബുദ്ധിക്കനുസരിച്ചിട്ടും യുക്തിക്കനുസരിച്ചിട്ടാണ് ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിലൊരു ഇതുണ്ടല്ലോ, ഈ ഹിന്ദു ന്യൂനപക്ഷമാവുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിസം തകരുമല്ലേ. ഈ കമ്മ്യൂണിസത്തിന്റെ കോട്ടകൾ എന്ന് പറയുന്ന പാർട്ടി ഗ്രാമങ്ങളായി നാം കാണുന്നത് മുഴുവൻ കണ്ണൂർ, ആലപ്പുഴ അടക്കമുള്ള ഈ ഭൂരിപക്ഷ സമുദായം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. നമുക്ക് മലപ്പുറത്ത് പാർട്ടി ഗ്രാമങ്ങളെ കാണാൻ കഴിയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. കാസർഗോഡ് കാണാൻ കഴിയില്ല. അതാണ് ഹിന്ദുവിന്റെ വിശാലത എന്ന് പറയുന്നത്. കാര്യം എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും സ്വീകരിക്കുന്നവനാണ് ഹിന്ദു എന്ന് പറയുന്നത്. നമ്മളിവിടെ ഭാരതത്തിൽ മുസ്ലിം ആക്രമണം നമ്മൾ സ്വീകരിച്ചില്ലേ? നമ്മളെ ആക്രമിക്കാൻ വന്നവനെ വൈദേശിക ശക്തികളെല്ലാം നമ്മൾ സ്വീകരിച്ചില്ലേ? ബ്രിട്ടീഷുകാർ സാഹിബ്മാരോട് നമ്മൾ അവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? ഇങ്ങനെ നമ്മുടെ ഈ അതിദേവ ഭവ എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയൊരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ വലിയൊരു സംസ്കാരമുണ്ട്, വലിയൊരു ലോജിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്രയും കാലമായിട്ട് ആർക്കും നമ്മൾ താർക്കാൻ കഴിയാതെ പോയതുണ്ട്. ഈ ധാരാളം പ്രതിലോമ ശക്തികൾ, വിദേശ ശക്തികൾ നമ്മളെ ഭാരതത്തിനെ അടിച്ചമർത്തി വർഷങ്ങളോളം ഭരിച്ചെങ്കിൽ പോലും ഒരിക്കലും അവർക്ക് ആർക്കും അവരാഗ്രഹ തരത്തിൽ ഒരു രാജ്യമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ 67 വർഷമായിട്ട് കമ്മ്യൂണിസം ഇവിടെ ഭരിച്ചിട്ടും ഈ കേരളത്തിലെ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിഞ്ഞു, എല്ലാ ഹിന്ദുക്കളെയും കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിഞ്ഞു. 67 വർഷത്തിന് ശേഷം ഈ കമ്മ്യൂണിസം തള്ളിക്കളഞ്ഞ അവന്റെ അവന്റെ സംസ്കൃതിയിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് നമ്മളെ അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളിടത്ത് കമ്മ്യൂണിസം ഉണ്ട്, പാർട്ടി ഗ്രാമങ്ങളായി നിൽക്കുകയാണ്. അതാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിൽ അപ്പോ ഒരു തിരുത്തൽ ആവശ്യമില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുക്കളാക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോഴും കമ്മ്യൂണിസം ഉള്ളിടത്ത് ഹിന്ദുക്കളുണ്ട്. അല്ല, കമ്മ്യൂണിസം ഉള്ളത് ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളടുത്ത് മാത്രമേ കമ്മ്യൂണിസം ഉണ്ടാവും. അതാണ് അതിന്റെ സത്യം എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചില്ല, മറ്റ് രാഷ്ട്രം സംബന്ധിച്ചല്ല, ഇന്ത്യയെ സംബന്ധിച്ചിട്ട് എവിടെ ഹിന്ദുക്കളുണ്ട് അവിടെ മാത്രമേ കമ്മ്യൂണിസം ഉണ്ടാവും. മറ്റാരും കമ്മ്യൂണിസ്റ്റ് നമുക്കറിയാലേ, കമ്മ്യൂണിസ്റ്റിന് ഏറ്റവും വലിയ ശത്രുക്കൾ എന്നാണ് ഒരു കാലഘട്ടത്തിലൂടെ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവരായിരുന്നു ഏറ്റവും വലിയ ശത്രുക്കൾ. മനോരമ അടക്കമുള്ള ആളുകൾ എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, അവർക്ക് അതിനോട് പ്രതിനിധിയില്ല എന്നുള്ളതാണ്. കാര്യം അവർക്കറിയാം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് വലിയൊരു ചതിയാണെന്ന് അവർക്ക് നന്നായിട്ട് സംഭവിക്കാം. പക്ഷെ അത് തിരിച്ചറിയാതെ പോയത് നമ്മുടെ ഹിന്ദുക്കളാണ്, മനസ്സിലാക്കാതെ പോയത്. അവരതിനെ ഒരു പുതിയ പ്രത്യയശാസ്ത്രമാണ്, നമ്മളെ തേനും പാലും ഒഴുകുന്നത് കരുതി അതിന്റെ പിന്നാലെ പോയി നടന്ന് തളർന്ന് അവശരായി ഇപ്പൊ അവരവരുടെ സംസ്കൃതിയിലേക്ക് തിരിച്ചു വരികയാണ്. ആ സംസ്കൃതിയിലേക്ക് തിരിച്ചു വരവാണ് നമ്മൾ ഈ നന്ദഗോവിന്ദ മൈൻസിന്റെ അവരുടെ ഭജനയിൽ കൂടുന്ന ജനക്കൂട്ടവും ഈ പറഞ്ഞ മാഘമഹോത്സവം പങ്കെടുക്കുന്നതും പിന്നെ ഈ ഗംഗാ ശിഷ്യർ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്, വയലിൽ അത്ഭുതം തീർക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി പോലും ഇവന്മാർ ആക്രമിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഈ മാധ്യമ വിഭാഗങ്ങൾ ആ കുട്ടി ആക്രമിക്കുന്നുണ്ട്. മാത്രമല്ല ധാരാളം ഭജന സംഘങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വലിയൊരു എന്താണ് ഒരു നവോത്ഥാനം എന്ന് നമുക്ക് അങ്ങനെ പറയാം.
കാരണം മനസ്സിന് ശാന്തിയും ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ ഒത്തുചേരലും ഒക്കെ വരുമ്പോഴത്തേക്ക് അലോസരപ്പെടുന്നത് CPM കാരാണ്. കാര്യം അവർ ഇതുവരെ പ്രഖ്യാപിച്ചിരുന്ന അജണ്ടകളെല്ലാം പൊളിയാണ്. നമുക്ക് വേണ്ടത് പിന്നെ ചെഗുവേരയുടെ എന്താണ് പിന്നെ നീതികളാണ്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് എന്നൊക്കെ അവർ ഇത്രയും കാലം പറഞ്ഞു പഠിപ്പിച്ചിട്ടും എങ്ങും അവരിൽ എത്തിയില്ലല്ലോ. ജനം വീണ്ടും ജാതി പറഞ്ഞു പാടുന്ന വേടന്റെ വേദിയിലെത്തി നമ്മുടെ പാർട്ടി സെക്രട്ടറി കല്യാണം പ്രഖ്യാപിക്കും. അല്ല, ആ അധപ്പതനത്തിലേക്ക് പോയി. CPM-ന്റെ അധപ്പതനത്തിലേക്കാണ് അത് പോകുന്നത്. കാരണം ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഏറ്റവും ഉന്നത നിലയിൽ നിന്നാണ് പൊതുവെ നമ്മൾ സങ്കല്പിച്ചിരുന്നത്. അയാൾ ഒരു വിവാഹ ദല്ലാളിന്റെ അവസ്ഥയിലേക്ക് തരം താഴ്ന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇത് മുതലാക്കുന്നവനാണ് വേടൻ. അവനറിയാം അവന്റെ പരിപാടിക്ക് 10 ആളുകൾ കൂടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവരെയൊക്കെ തന്റെ താളത്തിന് ചുറ്റിയെടുക്കാമെന്ന് പുള്ളി കരുതി. രണ്ട് ബലാത്സംഗ പ്രതിക്കാണ് ഇയാൾ കല്യാണം ആലോചിക്കുന്നത്. അതാണ് രസം. പാർട്ടി സെക്രട്ടറി ഗതികേട് നോക്കിയാണ്. ഒരു പ്രതിക്ക് വേണ്ടിയാണ് കല്യാണം നടക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയ്ക്ക് അധപ്പതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ശോഷിച്ച അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത കാലഹരണപ്പെട്ട ആശയങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത.